പ്രിയമുള്ള വോട്ടർമാരെ, ജനാധിപത്യ വിശ്വാസികളെ, 10 വർഷക്കാലം ജനങ്ങൾ വിശ്വസിച്ചേൽപ്പിച്ച കേരളത്തിന്റെയും പാവപ്പെട്ട മനുഷ്യരെ ജീവിത ദുരിതങ്ങളിൽ നിന്ന് മോചിപ്പിച്ചും അഴിമതിക്കാരെ തുറങ്കൽ അടച്ച് സമാനതകളില്ലാത്ത വികസന വിപ്ലവത്തിലേക്ക് നാടിനെ നയിച്ചും മതവർഗീയ വിഭജന രാഷ്ട്രീയത്തെ തടഞ്ഞു നിർത്തിയും ആത്മാഭിമാനത്തോടെ വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ ജനങ്ങളോട് വോട്ടഭ്യർത്ഥിക്കുകയാണ്. സാമൂഹിക ക്ഷേമ പെൻഷൻ 2000 രൂപയായി വർദ്ധിപ്പിച്ച് മുടക്കമില്ലാതെ മാസം തോറും 65 ലക്ഷം മനുഷ്യരുടെ വീടുകളിൽ എത്തിച്ചു നൽകിയ 10 വർഷക്കാലം, പവർ കട്ടും ലോഡ് ഷെഡിങ്ങും മലയാളിക്ക് അന്യമാക്കിയ 10 വർഷക്കാലം, ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ 5 ലക്ഷത്തിൽ അധികം കുടുംബങ്ങൾക്ക് സ്വന്തമായി ഭവനമെന്ന യാഥാർത്ഥ്യത്തിലേക്ക് ഉയർത്തിയ 10 വർഷക്കാലം, ഗുണമേന്മയുള്ള ഭക്ഷ്യവസ്തുക്കൾ റേഷൻ സംവിധാനത്തിലൂടെ മുടക്കമില്ലാതെ ജനങ്ങൾക്ക് നൽകിയ 10 വർഷക്കാലം, സാമ്പത്തിക സാമൂഹിക സമത്വത്തിലേക്കുള്ള കേരളത്തിന്റെ കുതിപ്പിന് കരുത്തേകി അതിദരിദ്രരില്ലാതാക്കിയ 10 വർഷക്കാലം, കേരളത്തിന്റെ പാതയോരങ്ങളിൽ നിന്നും പൊതുസ്ഥലങ്ങളിൽ നിന്നും മാലിന്യ കൂമ്പാരങ്ങൾ അപ്രത്യക്ഷമാക്കിയ 10 വർഷക്കാലം, 4 ലക്ഷം അധികം കുടുംബങ്ങൾക്ക് ഭൂമിക്ക് പട്ടയം നൽകിയ 10 വർഷക്കാലം, പട്ടിണിയില്ലാത്ത 10 വർഷക്കാലം, പള്ളിക്കൂടങ്ങൾ സ്മാർട്ടായ 10 വർഷക്കാലം, അരുവികളും ഉറവുകളും തെളിനീർ അണിഞ്ഞ 10 വർഷക്കാലം, അടുക്കളകളിൽ അന്നം നിറഞ്ഞ 10 വർഷക്കാലം, ആർജവത്തിന്റെയും മുന്നേറ്റത്തിന്റെയും വികസനത്തിന്റെയും 10 വർഷക്കാലം, മാധ്യമ നുണകളുടെ മലവെള്ളപ്പാച്ചിലിനെ നേരും ശരിയും കൊണ്ട് നേരിട്ട 10 വർഷക്കാലം, പ്രകടന പത്രിക പാഴ്വാക്കല്ലെന്ന് പ്രവർത്തി കൊണ്ട് തെളിയിച്ച 10 വർഷക്കാലം, ഭരണ മികവിന് എണ്ണിയാൽ ഒടുങ്ങാത്ത ദേശീയ പുരസ്കാരങ്ങൾ കേരളത്തിന് നേടിയ ഇടതുപക്ഷത്തിന്റെ 10 വർഷക്കാലം. ഇങ്ങനെ നിരവധിയായ വികസന നേട്ടങ്ങളിലൂടെ കേരള ജനതയെ ചേർത്ത് പിടിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്ക് നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശത്തിലൂടെ വോട്ടുകൾ നൽകി വർദ്ധിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. 2016 മുമ്പുള്ള കോൺഗ്രസിന്റെ ജീർണിച്ച കെട്ടകാലത്തിന്റെ ഭരണത്തിലേക്ക് തിരിച്ചു പോകില്ലെന്ന് പ്രഖ്യാപിക്കുന്ന വിധി എഴുത്താക്കി തെരഞ്ഞെടുപ്പിനെ മാറ്റണമെന്ന് പ്രിയ വോട്ടർമാരെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. രാജ്യത്തിന്റെ ജനാധിപത്യ മതനിരപേക്ഷ ഭരണഘടനയെ നോക്കുകുത്തിയാക്കി മതന്യൂനപക്ഷങ്ങളെയും പട്ടികജാതി ജനവിഭാഗങ്ങളെയും വേട്ടയാടാൻ വർഗീയവാദ സംഘടനകൾക്ക് അവസരമൊരുക്കുന്ന മുതലാളിത്ത കുത്തകളുടെ കൊള്ളയടിക്ക് വേണ്ടി ഇന്ത്യൻ ജനതയുടെ ജീവിതത്തിന്റെ സർവ്വമേഖലയും അടിയറവെക്കുന്ന കേന്ദ്ര BJP സർക്കാരിന്റെ ജനവിരുദ്ധ ഭരണത്തിനെതിരെയാകട്ടെ ഈ ജനവിധി. പ്രകൃതി ദുരന്തങ്ങൾ സംഹാര താണ്ഡവമാടിയ കേരളത്തിൽ വന്ന് ഭാവാഭിനയം കാഴ്ചവെച്ച് നയാ പൈസ സഹായം നൽകാതെ മലയാളികളെ അപമാനിച്ചു മടങ്ങിയ നരേന്ദ്രമോദിക്കെതിരെയാകട്ടെ ഈ ജനവിധി. മതവർഗീയത കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവരാൻ ഇടതുപക്ഷ ഭരണം തടസ്സം നിൽക്കുന്നു എന്നതുകൊണ്ട് കേരളത്തിന് അർഹതപ്പെട്ട സാമ്പത്തിക സഹായം തടയുന്ന കേന്ദ്ര BJP സർക്കാരിന്റെ ജനവിരുദ്ധ നിലപാടുകളെ കെട്ടുകെട്ടിക്കാൻ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം വിനിയോഗിക്കണമേ എന്ന് ഇന്നാട്ടിലെ പ്രബുദ്ധരായ വോട്ടർമാരോട് അഭ്യർത്ഥിക്കുകയാണ്. കേരളത്തിന്റെ ആരോഗ്യരംഗത്ത് സർക്കാർ ആശുപത്രികളെ ആധുനികവൽക്കരിച്ച് ഏതൊരു മലയാളിക്കും ചികിത്സാ ചെലവിന് ഭയപ്പെടാതെ ജീവിക്കുന്ന നാടാക്കി കേരളത്തെ LDF മാറ്റിത്തീർത്തു. അടിസ്ഥാന സൗകര്യ മേഖലയിൽ രാജ്യാന്തര നിലവാരമുള്ള ഹൈവേകളും പാലങ്ങളും, കൊച്ചി മെട്രോയും വാട്ടർ മെട്രോയും, ഗെയിൽ പൈപ്പ് ലൈനും, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവും, ഇടമൺ കൊച്ചി പവർ ഹൈവേയും യാഥാർത്ഥ്യമാക്കി കേരളത്തെ ഇന്ത്യയിലെ നമ്പർ 1 സംസ്ഥാനമാക്കിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ തിരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കണമെന്ന് പ്രബുദ്ധരായ വോട്ടർമാരോട് അഭ്യർത്ഥിക്കുകയാണ്. കോവിഡ് മഹാമാരിയിൽ ഏറ്റവും മികച്ച ചികിത്സാ സംവിധാനമൊരുക്കി ജനങ്ങളെ സംരക്ഷിച്ച് ലോകത്തിന് മാതൃകയായ കേരളത്തെ തകർക്കാൻ കേന്ദ്ര BJP സർക്കാരിനൊപ്പം ചേർന്ന് വികസനം മുടക്കികളായി മാറി സ്ത്രീ പീഡനത്തിന്റെയും അഴിമതിയുടെയും ചെളിക്കുഴിയിലായ നേതാക്കളെ തോളിലേറ്റുന്ന ജീർണിച്ച കോൺഗ്രസിനെതിരെയാകട്ടെ പ്രബുദ്ധരായ വോട്ടർമാരെ നിങ്ങളുടെ വോട്ടവകാശം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിലും അരിവാൾ ധാന്യക്കതിർ അടയാളത്തിലും വോട്ടുകൾ രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്.